എല്ലാവർക്കും നമസ്കാരം. സെപ്റ്റംബർ 27 വേൾഡ് ടൂറിസം ഡേ. ഓരോ രാജ്യത്തെ സംബന്ധിച്ചും ടൂറിസം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ എല്ലാ മേഖലകളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ചെറുതെങ്കിലും ഒരു ട്രിപ്പെങ്കിലും ചെയ്യാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാകില്ല. എന്ന് പറയുമ്പോൾ ഈ മേഖലയിലുള്ള ബിസിനസ് സാധ്യതകളും വളരെയധികം ആയിരിക്കുമല്ലോ. എന്നാൽ ഈ ടൂറിസം ബിസിനസ് ചെയ്യുന്ന പലരുടെയും ഒരു ബുദ്ധിമുട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ടാക്സ് കാര്യങ്ങൾ. പ്രത്യേകിച്ച് ടൂറിസം ഇൻഡസ്ട്രിയിൽ നിലവിലുള്ള ഇന്ത്യയിലെ GSTയും ഗൾഫ് രാജ്യങ്ങളിലെ വാറ്റും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ കാര്യങ്ങൾ വളരെ ലളിതമായി വിശദീകരിക്കാൻ പോവുകയാണ്. ഹോം സ്റ്റേ ഉടമകൾക്കും ട്രാവൽ ഡെസ്ക് നടത്തുന്നവർക്കും ഇത് ഒരുപാട് ഉപകാരപ്പെടും. സോ വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. ആദ്യമായി എന്താണ് ലോക ടൂറിസം ദിനം എന്ന് നോക്കാം. എല്ലാ വർഷവും സെപ്റ്റംബർ 27 നമ്മൾ ലോക ടൂറിസം ദിനം ആഘോഷിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ആണ് ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നിരിക്കുന്നത്. ടൂറിസത്തിന്റെ പ്രാധാന്യം, സാമ്പത്തിക വളർച്ച, സാംസ്കാരിക വിനിമയം എന്നിവയെക്കുറിച്ച് ആളുകളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയെ സംബന്ധിച്ച് ടൂറിസം നമ്മുടെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലാണ്. അതുപോലെ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചും. എണ്ണയെ മാത്രം ആശ്രയിക്കാതെ ടൂറിസത്തിലൂടെ ഒരു പുതിയ സാമ്പത്തിക ഭാവിയെ കെട്ടിപ്പടുക്കാനാണ് UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ GST അതായത് ഗൂഡ്സ് ആൻഡ് സർവീസസ് ടാക്സും ഗൾഫ് രാജ്യങ്ങളിലെ വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സും, ഇത് രണ്ടും ഇൻഡയറക്ട് ടാക്സസ് ആണ്. അതായത് സാധനങ്ങൾക്കും സേവനങ്ങൾക്കും മുകളിൽ ചുമത്തുന്ന നികുതി. പക്ഷെ രണ്ടിനും ചില പ്രധാന വ്യത്യാസങ്ങളുണ്ട്. ഇന്ത്യയിലെ GST എന്നത് ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ടൂറിസം മേഖലയിൽ ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ഹോം സ്റ്റേയുടെ അല്ലെങ്കിൽ ഹോട്ടലിന്റെ വാർഷിക വിറ്റുവരവ് 20 ലക്ഷം കവിഞ്ഞാൽ GST രജിസ്ട്രേഷൻ എടുക്കണം. റൂം ടാരിഫ് അനുസരിച്ച് GST നിരക്കുകൾ വ്യത്യാസപ്പെടാം. ഉദാഹരണത്തിന് 7500 രൂപയിൽ കൂടുതൽ ടാരിഫുള്ള മുറികൾക്ക് 18% GST വരും. ട്രാവൽ ഏജൻസികൾ നൽകുന്ന ടൂർ പാക്കേജുകൾക്ക് 5% GST. എയർ ടിക്കറ്റുകൾക്ക് 5 അല്ലെങ്കിൽ 18% GST വരാറുണ്ട്. ഇത് സേവനത്തിന്റെ സ്വഭാവം അനുസരിച്ച് മാറും. ഇനി GCC രാജ്യങ്ങളിലെ വാറ്റ് എന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലും ഉൽപ്പന്നത്തിന്റെ മൂല്യം കൂടുമ്പോൾ ചുമത്തുന്ന നികുതിയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ ഹോട്ടൽ താമസം, റെസ്റ്റോറന്റ് ബില്ലുകൾ, ട്രാൻസ്പോർട്ട് സേവനങ്ങൾ, ടൂർ പാക്കേജുകൾ എന്നിവയ്ക്കെല്ലാം 5% വാറ്റ് ബാധകമാണ്. ഇവിടെ ചെലവഴിക്കുന്ന ഓരോ ടൂറിസ്റ്റിനും ഈ നികുതി നൽകേണ്ടി വരും. ഇവിടെയുള്ള പ്രധാന വ്യത്യാസം, ഇന്ത്യയിൽ നമ്മൾ GST ഉപയോഗിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ വാറ്റ് ആണ് ഉപയോഗിക്കുന്നത്. GST എന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പിരിക്കുന്ന ഒരു നികുതിയാണ്. എന്നാൽ വാറ്റ് എന്നത് ഓരോ രാജ്യവും സ്വതന്ത്രമായി നടപ്പാക്കുന്ന ഒരു ടാക്സ് സിസ്റ്റമാണ്. GSTയും വാറ്റും തമ്മിലുള്ള ഈ വ്യത്യാസം അറിയാതെ പല സംരംഭകരും നടത്തുന്ന ചില പ്രധാന തെറ്റുകളുണ്ട്. ഒന്ന്, തെറ്റായ ബില്ലിംഗ്. വിദേശ ടൂറിസ്റ്റുകൾക്ക് ബില്ല് നൽകുമ്പോൾ GSTക്ക് പകരം വാറ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ച് തെറ്റായ ബില്ല് നൽകുന്നു. 2, കംപ്ലയൻസ് അവഗണിക്കുക. ടേൺ ഓവർ പരിധി കവിഞ്ഞിട്ടും GST രജിസ്ട്രേഷൻ എടുക്കാതിരിക്കുക. മൂന്നാമത്തെ പ്രശ്നം, രണ്ടും കൂട്ടിക്കുഴയ്ക്കുക. ഒരു ട്രാവൽ ഡെസ്ക് നടത്തുമ്പോൾ GCCയിലെ വാറ്റ് നിയമങ്ങളും ഇന്ത്യയിലെ GST നിയമങ്ങളും കൂട്ടിക്കുഴച്ച് ബില്ലിംഗ് ചെയ്യുക. ഇതൊക്കെ ഒഴിവാക്കാൻ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1, നിയമം പഠിക്കുക. നിങ്ങളുടെ ബിസിനസ് ഇന്ത്യയിലാണെങ്കിൽ GST നിയമങ്ങൾ കൃത്യമായി പഠിക്കുക. നിങ്ങൾക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ സഹായം ഇതിനു വേണ്ടി തേടാം. 2, കൃത്യമായ ബില്ലിംഗ്. ഓരോ സേവനത്തിനും കൃത്യമായ ടാക്സ് നിരക്കുകൾ രേഖപ്പെടുത്തി ബില്ല് നൽകുക. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. 3, ഓൺലൈൻ ടൂളുകൾ ഉപയോഗിക്കുക. GST ഫയലിംഗ് എളുപ്പമാക്കാൻ പല ഓൺലൈൻ സോഫ്റ്റ്വെയറുകളും ലഭ്യമാണ്. ഇത് നിങ്ങളുടെ ജോലി എളുപ്പമാക്കും. 4, അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. ടാക്സ് നിയമങ്ങളിൽ എപ്പോഴും മാറ്റങ്ങൾ വരാം. GST കൗൺസിലിന്റെയും മറ്റ് അധികാരികളുടെയും പുതിയ അറിയിപ്പുകൾ കൃത്യമായി ശ്രദ്ധിക്കുക. ടൂറിസം മേഖലയുടെ വളർച്ചയിൽ നമ്മൾ ഓരോരുത്തരും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഒന്നുകിൽ യാത്രക്കാരായി, അല്ലെങ്കിൽ അതിനുള്ള സാധനങ്ങളും സേവനങ്ങളും വിൽക്കുന്ന ഒരു ബിസിനസ്സുകാരനായി. അതുകൊണ്ട് തന്നെ കൃത്യമായ ടാക്സ് അറിവ് ബിസിനസ് കൂടുതൽ സുതാര്യവും ലാഭകരവുമാക്കാൻ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.